ഞാൻ OET എക്സാം പാസ്സായി, ഞാൻ ന്യൂസിലൻഡിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ ന്യൂസിലൻഡ് കാണാൻ പറ്റണം. അങ്ങനെ കാണാൻ പറ്റണമെങ്കിൽ ന്യൂസിലൻഡ് എന്തെങ്കിലും പടമൊക്കെ ആദ്യം കാണണ്ടേ? അപ്പൊ ന്യൂസിലൻഡ് വീഡിയോ കാണുന്നു, യൂട്യൂബിൽ കയറി നോക്കും, ഇതെല്ലാം നോക്കി പഠനം നടത്തി നമ്മുടെ ഉള്ളിൽ സാധനം ക്രിയേറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ന്യൂസിലൻഡ് നമ്മൾ ന്യൂസിലൻഡ് ഇപ്പൊ എവിടെയത് ഇങ്ങനെ ഇരിക്കേണ്ടി വരും. പണ്ട് ഒനീഡ എന്നൊരു TV ഉണ്ടായിരുന്നു. ഈ ഒനീഡ ടിവിയുടെ പരസ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒനീഡ ടിവിയാണ് ആദ്യമായിട്ട് ഈ ബോക്സി TV മാറി കുറച്ച് ഷേപ്പ് ആയിട്ടുള്ള ഉരുണ്ടൊരു TV വരയ്ക്കുന്നത് ഒനീഡയാണ്. അപ്പൊ ഒനീഡ TV ഒരാളെ ഒനീഡ TV നോക്കാൻ വരുന്ന സമയത്ത് അവൻ ഇങ്ങനെ അടുത്ത ഒരു TV ഇങ്ങനെ തലോടും. ഇവൻ TV എന്ന് വിചാരിക്കും. ഇവൻ TV തലോടാ. അപ്പൊ തലോടാണ് അവൻ കണ്ണടച്ച് തലോടണം. അപ്പൊ അവൻ സൈഡിൽ ഒരു പെണ്ണിന്റെ പടം കാണിക്കും. അപ്പൊ അവൻ ഏതൊരു സുന്ദരി പെണ്ണിനെ തലോടുന്നു. ആഹാ എന്ത് രസം. ഈ രീതിയിലാണ്. ഇതെല്ലാം കഴിഞ്ഞപ്പോ ഇവ വന്നപ്പോ ഇത് എനിക്കിത് മതി, ഈ TV മതി, ഇത് മതി, അയാൾ മേടിച്ചുകൊണ്ട് പോയി. ഇത് കഴിഞ്ഞ് ഈ സെയിൽസ് മാനേജർ ഇയാൾ പോയി കഴിഞ്ഞപ്പോ സെയിം TV അടുത്തുണ്ടെങ്കിൽ നോക്കാണ്. അപ്പൊ പിക്ചറിൽ ഗ്രെയിൻസ് ഒന്നും കാണുന്നില്ല. അവൻ പെണ്ണിനെ കണ്ട് ഇവനൊന്നും കാണാൻ പറ്റിയില്ല. ഇതാണ് പിക്ചറൈസേഷൻ, മെന്റൽ പിക്ചറിംഗ് എന്ന് പറയും.